പറയുന്ന ആൾ ആ പെൺകുട്ടിയെ കാറിനകത്തേക്ക് വലിച്ചു കയറ്റി കൊണ്ടുപോകുന്നത് താൻ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്? അതെ സാർ. സർ, ഒരു അബ്ഡക്ഷൻ നടന്നിട്ടുണ്ട്. സെന്റ് മേരീസ് കോളേജിൽ BA സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന വൺ ഷീബ. ആ കുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ തട്ടിക്കൊണ്ടുപോയി. ഏജ് ബിറ്റ്വീൻ 20 and 25. 2 മണിക്കൂർ മുമ്പ്. അതിന് വിറ്റ്നസ് ഉണ്ട്. ഓഹോ, അപ്പൊ ക്രൈം നടന്നു കഴിഞ്ഞു? യെസ് സർ. ദെൻ നമുക്ക് ഇതെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? യു റിപ്പോർട്ട് ടു കമ്മീഷണർ or DCP, അവർ ടേക്കപ്പ് ചെയ്യട്ടെ. സർ, അത് പിന്നെ ഈ ഐ വിറ്റ്നസ് സിറാജ്, ഇയാളൊരു ഡ്രൈവറാണ്. സംഭവം നടന്ന സെല്ലാർ കാർ പാർക്കിൽ ഒരു വണ്ടിക്കകത്ത് ഇയാൾ ഉണ്ടായിരുന്നു. ഇയാൾ സംഭവം കണ്ടപ്പോൾ മൊബൈലിൽ 1-2 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആളിന്റെ മുഖം വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഇയാൾ നമ്മുടെ കോൺസ്റ്റബിൾ സുഗതന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അതുകൊണ്ട് ഇയാൾ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നെ സർ, ദർ ഈസ് ഓൾസോ അനദർ വിറ്റ്നസ്. Sir, Bindia Matthew. She's my friend. Your friend? Yes. സർ, ഞാൻ മോളിന് വെളിയിലേക്ക് വരികയായിരുന്നു. പെട്ടെന്നാണ് കാർ ക്രോസ് ചെയ്തത്. ഞാൻ കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. Then you phone him. Yes, sir. Okay, call up the commissioner, Kishore. Oh, sir, നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന സ്ഥിതിക്ക്. So what? You do what I say. Sir. സർ, ആ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയുടെ അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. വിവരം അറിഞ്ഞപ്പോൾ നെഞ്ചുവേദന വന്നു. കുട്ടിയുടെ അമ്മ കമ്മീഷണർ ഓഫീസിൽ ചെന്ന് വലിയ ബഹളമാണ്. സാർ, അവർ പറയുന്നത് ഈ തട്ടിക്കൊണ്ടുപോവൽ കുട്ടിയുടെ അച്ഛന്റെ നാടകമാണെന്ന്. കഴിഞ്ഞ 5 ദിവസമായിട്ട് അയാളുടെ കൂടെ ആ മകൾ. They are also divorced. അതെ സാർ. യെസ്, കിഷോർ ഹിയർ. അതെ, കമ്മീഷണറോട് സംസാരിക്കും. ഞാൻ ഹോൾഡ് ചെയ്യാം. താൻ നടന്നതൊക്കെ വിശദമായിട്ടൊന്ന് പറ, ഞാനൊന്ന് കേൾക്കട്ടെ. ഹലോ ഹലോ. സോ താൻ കാറിൽ ഇരിക്കുമ്പോൾ അയാൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? അതെ സാർ. നിർത്താതെ തുടർച്ചയായി? അതെ സാർ. ഉദ്ദേശം എത്ര സമയം സംസാരിച്ചു കാണും? ഒരു 20 മിനിറ്റോളം. സ്റ്റെപ്സ് ഇറങ്ങി കാർ പാർക്കിലേക്ക് വന്ന പെൺകുട്ടിയുടെ മൊബൈൽ കട്ടായി. അവിടെ നെറ്റ്വർക്ക് ഇല്ല എന്നാ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു. ഇയാളുടെ ഫോണിനും റേഞ്ച് ഇല്ലായിരുന്നു. ഇയാൾ പുറത്ത് വന്നാണ് സുഗതന് ഫോൺ ചെയ്തത്, റൈറ്റ്? അതെ സാർ. പക്ഷെ ആ ചെറുപ്പക്കാരൻ 20 മിനിറ്റ് തുടർച്ചയായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. സോ ആ സെല്ലാർ കാർ പാർക്കിൽ നെറ്റ്വർക്കുള്ള സെൽഫ് സർവീസ് പ്രൊവൈഡർ ഏതാണെന്ന് കണ്ടെത്തണം. ആ കമ്പനി ഏതാണെന്ന് കണ്ടെത്തിയാൽ ആ മാൾ ഇരിക്കുന്ന ഏരിയയിലെ ടവറിൽ നിന്ന് നിർത്താതെ 20 മിനിറ്റ് ഔട്ട് ഗോയിങ് കോൾ നടത്തിയ നമ്പർ ഏതാണെന്ന് കണ്ടെത്താം. ആളെ ഐഡന്റിഫൈ ചെയ്യാം. അവന്റെ കോൾ റിസീവ് ചെയ്ത ആളെ അങ്ങ് പൊക്ക്. കിഷോർ, യു ഹാവ് 20 minutes to do all this. സർ. സർ, കമ്മീഷണർ ലൈനിലുണ്ട്. നേരത്തെ കട്ടാക്കിയതുകൊണ്ട് തിരിച്ചു വിളിച്ചത്. Chandrasekhar here? Nothing, Susan. Calling you was a mistake. ഇതാണ് സർ 10 വർഷം മുമ്പുള്ള ചന്ദ്രശേഖർ. Sir, these are the call lists and photographs. Jerome Jacob alias Jerry, residing at 3A Cloud9 Chimbum. ഇത് തന്നെയല്ലേ ആള്? അതെ സാർ. അതെ സർ, ഇത് തന്നെയാണ്. സാർ, ജെറോം അവന്റെ അമ്മയോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സർ, പറഞ്ഞു കേട്ടിടത്തോളം അവനത്ര നോർമൽ അല്ല. മരുന്നും പുകയുടെയൊക്കെ ഉണ്ട്. പിന്നെ അമ്മയോടുള്ള ഒരുതരം വല്ലാത്ത അടുപ്പവും. എക്സൈറ്റഡ് ആയാൽ ഇവരോട് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കും. പ്ലീസ്
സംഭവം നടന്ന ശേഷം ജെറോം നിങ്ങളെ വിളിച്ചിട്ടില്ലേ? ഇല്ല സർ, അവന്റെ സെല്ല് ഓഫാണ്. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തു. സർ, സെൽഫോൺ ഓഫ് ആകുന്നത് പണങ്കാവിലെ ടവർ നമ്പർ 2618 വെച്ചാണ്. അവിടെ നിന്ന് 5 കിലോമീറ്റർ മാറി ഇവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആൾവാസമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട കെട്ടിടം. That's it. That's the place. അങ്ങോട്ട് പോട്ടെ സർ. നോ ഫോഴ്സുമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ റിസ്കിയാണ്. അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഈ പെൺകുട്ടിയുടെ 2 ഫ്രണ്ട്സും മിസ്സിംഗ് ആണല്ലേ? അതെ സർ. ഇഫ് ഐ ഗസ് റൈറ്റ്, അവരെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഇവനാണ്. സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് 3 ലൈഫ്സ്. ചാൻസ് എടുക്കാൻ പറ്റില്ല. വേണ്ടതൊരു സെമി കമാൻഡോ ഓപ്പറേഷനാണ്. ഐ മീൻ വൺ മാൻ കൈൻഡ് ഓഫ് തിങ്. കുറെ നാളായി ഔട്ട് ഓഫ് ടച്ച് ആണ്. വർഷം കഴിയും തോറും വീഞ്ഞിന് വീര്യം കൂടും. ശരിക്കും? അതെ സർ. രണ്ടു ദിവസം മുമ്പുള്ള ഉഷാറും ആക്ഷനും കണ്ടപ്പോ ഞാൻ കരുതി ആള് വീണ്ടും പഴയ പുലിയായെന്ന്. എവിടെ ദേ പിന്നെയും ചങ്കര തെങ്ങേ തന്നെ ഒറ്റയ്ക്കിരുന്ന് ചെസ് കളിക്കുന്നു. കഷ്ടം. റഷീദ് സാർ, തനിക്ക് വന്നേ. എന്തായാലും ആ സെർവന്റിന്റെ കാര്യം? തിരക്കുന്നുണ്ട് സാർ. 2 ദിവസം കൂടി സമയം തരണം. 2 days. ശരി, ജോലി നടക്കട്ടെ. ദിവസം തോറും കത്തുകളുടെ എണ്ണം കൂടുകയാണല്ലോ. എന്റെ സാറേ, ഒരു ഇല്ലന്റെയോ സ്റ്റാമ്പിന്റെയോ ചെലവല്ലേ ഉള്ളൂ. വേൾഡ് ട്രേഡ് സെന്ററിൽ ബോംബ് വയ്ക്കാൻ പോകുന്നെന്ന അറിയിപ്പ് തൊട്ട് അയൽവക്കക്കാരന്റെ വേലി പൊളിക്കാൻ വരുന്നു എന്ന് നിലവിളിക്കുന്ന എഴുത്ത് വരെ ഇതിനകത്തുണ്ട്. കൂടുതലും ഫാൾസ് ഇൻഫർമേഷൻ ആണ് സർ. ജെന്യൂൻ ആയിട്ടുള്ള തിരിച്ചറിയാനാണ് ബുദ്ധിമുട്ട്. തിരിച്ചറിയണം കിഷോർ. ഫാൾസ് മൂവും ജെനുവിൻ മൂവും സൂക്ഷിച്ചു നോക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റണം. സർ, തനിക്ക് ചെസ് കളിക്കാൻ അറിയാം? കുറച്ച്. ഐ എം നോട്ട് തറോ വിത്ത് ഇറ്റ്. അങ്ങനെ കുറച്ച് അറിവ് വെച്ച് കളിക്കരുത്. ചെസ്സിലും ജീവിതത്തിലും തോറ്റു. ഇപ്പൊ ഇതിൽ നിന്ന് ഞാനൊരു കത്തെടുക്കാൻ പോവാണ്. ഓക്കെ? എ ജെനുവിൻ വൺ, എ സിഗ്നിഫിക്കന്റ് വൺ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗെയിം. ഓക്കെ, സീ. Come on. Yes. Here is my pick. എന്റെ പേരിലാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. അതും ചുവന്ന മെഷീൻ. For your eyes only. ജെയിംസ് ബോണ്ട്. പ്രിയപ്പെട്ട ചന്ദ്രശേഖരന്, എത്രയോ വർഷങ്ങളായി ഞാൻ നിങ്ങളെ പിന്തുടരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ആരാധകനാണ്. അല്ല, തിരുത്തുന്നു, ആരാധകനായിരുന്നു. ഒരു 10 വർഷം മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും സമർത്ഥനായ പോലീസ് ഓഫീസറായിരുന്നു നിങ്ങൾ. നിങ്ങൾ തെളിയിച്ച കേസുകൾ, നിങ്ങളുടെ ബുദ്ധിപൂർവ്വത, നിങ്ങൾ നടത്തിയ ചില ഒറ്റയാൾ പോരാട്ടങ്ങൾ എല്ലാം എനിക്ക് മനഃപ്പാഠമാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷങ്ങളായി നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. സ്വകാര്യ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിങ്ങളിലെ കുറ്റാന്വേഷകൻ നിർജീവമായി. നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ ഒളിച്ചോടി. നിങ്ങളോടുള്ള എൻ്റെ ആരാധനയും കെട്ടടങ്ങി. പക്ഷേ 2 ദിവസം മുമ്പ് കുറ്റകൃത്യം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ ജെറോം എന്ന കുറ്റവാളിയെ കണ്ടെത്തി കീഴടക്കി താങ്കൾ എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തി. നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ഇപ്പോഴും എപ്പോഴും നിങ്ങളാണെന്ന്. കേരളത്തിലെ ഏറ്റവും സമർത്ഥനും ധീരനുമായ പോലീസ് ഓഫീസർ. നിങ്ങൾ ഒരിക്കൽ കൂടി പഴയ ഉദാസീനതയിലേക്ക് മടങ്ങുന്നത് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളെ സജീവമാക്കി നിലനിർത്താൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള ചെസ് കളി അവസാനിപ്പിച്ചേക്കൂ. മറുവശത്ത് ഇനി മുതൽ ഞാനുണ്ട്. ലെറ്റ് us start the game. ആദ്യ ഗെയിമിന്റെ സ്ഥലവും തീയതിയും ഇതാണ്. സ്ഥലം ആദിത്യപുരം. തീയതി ഈ മാസം 10-ാം തീയതി. നമുക്ക് കളി തുടങ്ങാം ചന്ദ്രശേഖർ. എന്നെ നിരാശപ്പെടുത്തരുത്. ആരാധനയോടെ നിങ്ങളുടെ വിശ്വസ്ത മിത്രം സെൻ. എന്ത് തോന്നുന്നു? ഇത് തട്ടിപ്പാണ് സർ, ഫേക്ക്. നമ്മളിത് കാര്യമായിട്ട് എടുക്കണ്ട. ഇതിലെന്തോ വശപ്പശമുണ്ട് സാർ. ദിസ് ഇസ് ജെനുവിൻ. യു ആർ റൈറ്റ് സർ. ഈ കത്തെടുത്തത് എൻ്റെ ഒരു ഗെയിമായിരുന്നു.
പക്ഷെ മറുവശത്ത് ഇങ്ങനെ ഒരു കളിക്കാരനുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. Anything can happen before the next move. ദിസ് ഇസ് ദ ഏരിയ. ഇവിടെ നിന്നും ഏകദേശം 7.5 കിലോമീറ്റർ അകലെയാണ് ആദിത്യപുരം. ഇതൊരൊഴിഞ്ഞ കടൽ തീരമാണ്. ജില്ലയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിലൊന്ന്. ഇവിടെ ക്രൈം റേറ്റും കുറവാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്ത് മുൻകരുതൽ എടുക്കാനാണ് സർ? സർ, സ്ഥലം SI ഇമ്മീഡിയറ്റ് ആയി ബന്ധപ്പെടണം. സർ. 10-ാം തീയതി അയാളോട് നാലേട്ടാവാൻ പറയാം. സർ. പിന്നെ നമ്മുടെ കൂടെയുള്ള 3 പേരെ അവിടെ സർവലൻസിനിടാം. സർ. സംശയകരമായിട്ട് എന്തെങ്കിലും കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ പറയാം. സർ. February 10th. February 10th is a bad day for me. Hello, ma'am. Sorry, we are closed. Ma'am, you see, എനിക്കൊരു കോപ്പി കിട്ടിയേ പറ്റൂ. I am dying for it. Sir, ഞാൻ പറഞ്ഞല്ലോ. Listen, ma'am. ഉച്ചതിരിഞ്ഞ് ഞാൻ ഈ ഏരിയയിൽ ചുറ്റിത്തിരിയുകയായിരുന്നു. You see, I am a salesman. ഇവിടെങ്ങും കൊള്ളാവുന്ന ഒരു റെസ്റ്റോറൻറ്റും ഇല്ല. ഉള്ളത് ചില ടീ സ്റ്റോളുകൾ. No clean places. Please, ma'am, I really need a cup of coffee. ഇരിക്ക്. പാലില്ല. I'll get you a black coffee. Yeah, fine, perfect. Thank you. You have a nice place out here, ma'am. Thank you. Great coffee, ma'am. Ma'am, if you don't mind, എൻ്റെ കയ്യിൽ കുറച്ച് products ഉണ്ട്. Quite useful things. മാം ഒന്ന് നോക്കണം. Please. Look, mister. താങ്കൾ കോഫി എന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയാം ഉദ്ദേശം സെയിൽസ് ആണെന്ന്. I'm not interested. എനിക്ക് ഷോപ്പ് അടയ്ക്കണം. You please finish the coffee. മാം അങ്ങനെ പറയരുത്. മാം ഇത് കാണണം. കണ്ടേ പറ്റൂ. ഗുഡ് മോർണിംഗ് സർ. Good morning. സർ, രാവിലെ പാലും കൊണ്ടുവന്ന ആളാ ബോഡി ആദ്യം കണ്ടത്. സ്ഥലം SI നമ്മളെ വിവരം അറിയിച്ചത്. Name of the deceased? ആലീസ്. Scene of crime intact ആണല്ലോ. സാറ് വരാതെ ഒന്നും ഡിസ്റ്റർബ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. Fort Palace. ഇവരിവിടെ ഒറ്റയ്ക്കായിരുന്നോ? സർ, സ്റ്റാഫ് എന്ന് പറയാൻ 3 മിസോറംകാരെയാണ് ഇവർ എംപ്ലോയ് ചെയ്തിരുന്നത്. ഇതേതെയാർ പുതിയ കോൺട്രാക്ടർ. വൈകിട്ട് 5:30 ആലിസ് ഇവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല.
അല്ലെങ്കിൽ ഈ പബ്ബ് വൈകിട്ട് 6-6:15 ഓപ്പൺ ആയിരിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ബീച്ചിൽ വരുന്ന ഫോറിനേഴ്സാണ് ഇവരുടെ കസ്റ്റമേഴ്സ്. സ്വന്തം നാട്ടുകാരോട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആഞ്ഞ കത്തിയ സാറെ മെനു കണ്ടാൽ ഞെട്ടിപ്പോവും. മോഷണ ശ്രമമൊന്നുമില്ല അല്ലേ? ഇല്ല സാർ, ടേബിൾ പൂട്ടിയിരുന്നില്ല. ക്യാഷ് ആയിട്ട് 8,000 രൂപയുണ്ടായിരുന്നു. പിന്നെ ഈ സ്ത്രീ താമസിക്കുന്ന ഇവിടെ അടുത്ത് തന്നെ. അവരുടെ മുറിയുടെ താക്കോലും ഡ്രോയിലുണ്ട്. ആ മുറിയൊന്ന് തുറന്നു നോക്കായിരുന്നില്ല റഷീദ്? സാർ, ഈ ഫോർ ആലീസ്. ഇവർക്ക് ബന്ധുക്കളാരുമില്ലേ? മക്കളോ ബന്ധുക്കളോ ഇല്ല, വീടുമാണ് സർ. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് താൻ എസിയെയോ എന്നെയോ വിവരമറിയിച്ചത് എപ്പോഴാ? ഞങ്ങളെന്താ ഇവരുടെ ശവമടക്കിന് വന്നാ മതിയോ? മാഡം, അത് തന്റെ മറ്റിടത്തെ വിശദീകരണം തിരുമൊഴിയായിട്ട് വേണ്ട, പേപ്പറിൽ എഴുതി തന്നാ മതി. ഉച്ചയ്ക്ക് മുമ്പ് ഐ വാണ്ട് ഇറ്റ് ഇൻ മൈ ഓഫീസ്. ക്രൈം നടന്ന പിന്നെ ഇറ്റ്സ് our job, nobody can interfere. സൂസൻ, തൻ്റെ ഈ ഷോ തൻ്റെ സ്ഥിരം നിലവാരത്തിൽ എത്തിയില്ലെങ്കിലും സാമാന്യം നല്ല ബോറാവുന്നുണ്ട്. ഈ ക്രൈമിന് താൻ അറിയാത്തൊരു പ്രില്യൂഡ് ഉണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക്. എനിക്ക് കിട്ടിയൊരു കത്ത്. ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. Whatever it is, sir. മറ്റൊന്നും തോന്നരുത്. സാറിന് ഇനി ഇവിടെ റോളൊന്നുമില്ല. എൻ്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? സർ? സൂസൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന്? യെസ് സർ. Then do one thing. Be there in your office exactly at 11:30. അറിയാലോ, ADGP അദ്ദേഹം വരുന്നുണ്ട്, കൂടെ ഞാനും. Don't be late even by a minute. You get me? യെസ് സർ. സോ ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതെ സർ. ഇറ്റ് ഈസ് സ്ട്രേഞ്ച് അല്ലേ ചന്ദ്രശേഖർ? സർ, എന്താണ് തന്റെ വിശദീകരണം? എനിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഗെയിമാണെന്ന്. കൊല ചെയ്യപ്പെട്ട ആലീസിന്റെ ബോഡിക്കരികിൽ കണ്ടെത്തിയ അക്ഷരമാല പുസ്തകത്തിൽ A for ആപ്പിൾ എന്നത് വെട്ടി ആലീസ് എന്ന് എഴുതിയിരിക്കുന്നു. വിചിത്ര സ്വഭാവമുള്ള ഒരു കൊലപാതകം. ഇതൊരു ഓപ്പണിംഗ് മൂവ് ആണ് സർ. കാരണം കത്തിൽ അയാൾ പറഞ്ഞിരിക്കുന്ന ആദ്യ ഗെയിമിന്റെ സ്ഥലവും സമയവും കുറിക്കുന്നു എന്നാണ്. ദാറ്റ് മീൻസ് ഇനിയും ഇത് തുടരും? എക്സാക്ട്ലി സർ. കൊല നടന്ന സ്ഥലവും എയിലാണ് തുടങ്ങുന്നത്, ആദിത്യപുരം. സോ അടുത്ത കത്തിൽ ബിയിൽ തുടങ്ങുന്ന ഒരു സ്ഥലം കുറിച്ചിരിക്കും. അവിടെ ബിയിൽ തുടങ്ങുന്ന പേരോട് കൂടിയ ഒരു വിക്ടിം. He must be mad. അക്ഷരമാല ക്രമത്തിൽ ഇരകളെ തിരഞ്ഞെടുക്കുന്ന ഒരു സീരിയൽ കില്ലർ. മേ ബി. വൈ മേ ബി? സർ, ഈ ക്രൈം, ഇതിന്റെ ടോട്ടൽ ബിൽഡപ്പ്, ക്യാരക്ടർ ഒന്നും നമ്മുടെ എന്താ പറയേണ്ടത്, നമുക്ക് പരിചയമുള്ള ക്രിമിനൽ സ്വഭാവമായി ഇണങ്ങുന്നതല്ല. ഫോർ ഇൻസ്റ്റൻസ്, തമിഴ്നാട്ടിൽ ഓട്ടോ ശങ്കറും കർണാടകത്തിൽ ദന്തു പാലകൃഷ്ണനും ഒക്കെ നടത്തിയ സീരിയൽ കൊലപാതകങ്ങൾ വളരെ ക്രൂഡായിരുന്നു. വെരി വയലന്റ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് കില്ലിങ്സ്. പക്ഷേ ഇത് ഓൾ ഐ ഹാവ് ടു സേ ഈസ് ജസ്റ്റ് വൺ തിങ്. ഇനി ഒരു കൊല നടക്കുന്നത് തടഞ്ഞേ പറ്റൂ ചന്ദ്രശേഖർ. ദാറ്റ്സ് അപ് ടു ഹർ. സൂസൻ അന്വേഷിക്കട്ടെ സർ. ഇപ്പൊ സാറിന്റെ കയ്യിലുള്ള കത്തും ഞങ്ങളുടെ ഒരു റിപ്പോർട്ടും ഞാൻ കൊടുക്കാം. അടുത്ത കത്ത് വന്നാലുടൻ കമ്മീഷണർക്ക് കൈമാറാം. നോ ചന്ദ്രശേഖർ, നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നിങ്ങളെയാണ് വ്യക്തിപരമായി കില്ലർ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുക്കണം. ഐ എം സോറി സർ, എനിക്ക് ഈ ഗെയിമിൽ താല്പര്യമില്ല. കൊല ചെയ്തതാരായാലും അവന് വേണ്ടത് ഞാൻ കളത്തിലിറങ്ങുക എന്നതാണ്. വൈ മീ? ആദ്യ കൊലയ്ക്കായി അവൻ തിരഞ്ഞെടുത്ത ദിവസം February 10. എൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണത്. എനിക്ക് ഈ ഗെയിമിൽ ഇൻവോൾവ് ആകാൻ താല്പര്യമില്ല സർ. ഞാനില്ല എന്നറിയുമ്പോൾ തന്നെ അവൻ സ്ട്രാറ്റജി മാറ്റും. കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും. നടക്കില്ല ചന്ദ്ര. യു ഹാവ് ടു ടേക്ക് അപ്പ് ദി ചാലഞ്ച്. ഈ കേസിന്റെയും ഇതിനെ തുടർന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറ്റകൃത്യങ്ങളുടെയും ഇൻവെസ്റ്റിഗേഷന്റെ പൂർണ്ണ ചുമതല തനിക്കാണ്. തന്നെ വെല്ലുവിളിച്ചത് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായി പോയെന്ന് കൊലയാളി തിരിച്ചറിയണം. ഐ വാണ്ട് യു ബാക്ക് ഇൻ ദി ഗെയിം ചന്ദ്ര. ടേക്ക് ഇറ്റ് അപ്പ്. സർ, ഇറ്റ്സ് എൻ ഓർഡർ ചന്ദ്രശേഖർ. സർ, താൻ പറയുന്നത് പോലെ തന്റെ വ്യക്തി ജീവിതവുമായി ഈ കൊലപാതകയ്ക്ക് ഏതെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ യു മസ്റ്റ് റിസോൾവ് ദി ഇഷ്യൂ. ഒരുപക്ഷെ തിരിച്ചു പിടിക്കാൻ പോകുന്നത് നഷ്ടപ്പെട്ടത് പലതുമാണെങ്കിലോ? ഐ ഡോണ്ട് നോ. ചിലപ്പോൾ മറിച്ചാവാം. ഇനി ഉണ്ടാകാൻ പോകുന്നത് കൂടുതൽ നഷ്ടങ്ങളാണെങ്കിലോ സർ? എനിവേ, കേസ് അന്വേഷണം ഞാൻ ഏറ്റെടുക്കാം. സ്ട്രിക്ട്ലി ബിക്കോസ് ഓഫ് യുവർ ഓർഡർ. ഐ ആം ഗെയിം സർ.
കത്തിൽ അയാൾ സൈൻ ചെയ്തിരിക്കുന്നത് Z എന്നാണ്, ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ്. എന്റെ പേര് തുടങ്ങുന്ന സിയിലാണ്, തേർഡ് ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ്.